ആർട്ടിസ്റ്റ് മോദിയും ശിഷ്യന്മാരും ഇത്ര ചീപ്പായിരുന്നുവെന്ന് ഇപ്പോഴാണ് വ്യക്തമായത്. സാധാരണ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന വേളയിൽ മോദിയും സഹപ്രവർത്തകരും ആളുകളെ കയ്യിലെടുക്കുന്ന വിധത്തിൽ അത് ഭംഗിയായി തന്നെ അഭിനയിച്ച് വലിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി പാർലമെൻറ്റിൽ നടത്തിയ പൊറാട്ട് നാടകം പൊളിഞ്ഞ് പാളീസായി. മോദിയുടെ ശിഷ്യന്മാരുടെ ആ പരട്ട അഭിനയം കണ്ട് രാജ്യത്തെ ബോധമുള്ള മനുഷ്യരൊക്കെ തലയും കുത്തി ചിരിക്കുകയാണ്. അമ്മാതിരി തറ പരിപാടിയാണ് സംഘി എം പിമാർ പാർലമെൻറ്റിന് മുന്നിൽ കാണിച്ചു കൂട്ടിയത്. അമിത്ഷായെ രക്ഷിക്കാൻ വേണ്ടി അനുരാഗ് താക്കൂറിൻ്റെ നേതൃത്വത്തിൽ പാർലമെൻറ്റിന് മുന്നിൽ ഒരു സമരമൊക്കെ നടത്തി തിരിച്ച് പ്രതിപക്ഷത്തെ ആക്രമിച്ച് കളയാം എന്നുള്ള അവരുടെ വ്യാമോഹമാണ് തകർന്നു വീണത്. രാഹുൽ ഗാന്ധി എന്തോ പിടിച്ചു തള്ളിയപ്പോൾ ഒരു എം പിയുടെ തലപൊട്ടി പോലും, വേറൊരു എം പി ICUവിലായി പോലും. തലപൊട്ടി എന്ന് പറയപ്പെടുന്ന ആ എം പി ആരാണ് എന്നറിയാമോ? BJP-കാർ പറയുന്നത് അദ്ദേഹം സീനിയറായിട്ടുള്ള എം പി, പാവത്താനായ ഒരു മനുഷ്യൻ എന്നാണ്. ഒഡീഷയിൽ ആ ഗ്രഹാം സ്റ്റെയിനിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഇല്ലായ്മ ചെയ്തു കളഞ്ഞ ആ ക്രൂരകൃത്യം ചെയ്ത ബജ്രംഗ് ദളിൻ്റെ നേതാവായിരുന്നു ഈ പ്രതാപചന്ദ്ര സാരംഗി എന്ന് പറയുന്ന, ഇപ്പോൾ BJP-കാർ പറയുന്ന അവരുടെ സീനിയറായിട്ടുള്ള എം പി. അന്ന് ബജ്രംഗ് ദൾ നേതാവായിരുന്ന സാരംഗിക്ക് ആ കൊല നടത്തിയതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയിലാണ് പിന്നീട് BJP MP സ്ഥാനമൊക്കെ കൊടുത്തത്. അതുകൊണ്ട് അത്ര നല്ല പുള്ളിയൊന്നുമല്ല ആ ആശാൻ എന്നുള്ള കാര്യം പറഞ്ഞതാണ്. പാവത്താൻ എന്ന് BJP-കാർ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. അയ്യോ പാവം. അതെ, ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത നല്ല പാവം മനുഷ്യൻ. രണ്ടാമത്തെയാൾ അദ്ദേഹം കാണിച്ച നാടകം, അതിന് മോദി നടത്തിയ ഒരു ഉഡായിപ്പ് പരിപാടി, അതും ഇപ്പോൾ രാജ്യം കണ്ട് ചിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ICUവിൽ കിടക്കുന്ന മുകേഷ് സിംഗ് എന്ന് പറയുന്ന MP യാണ്. രാഹുൽ ഗാന്ധി ആക്രമിച്ച് ICUവിലാക്കിയ രണ്ടാമത്തെ MP. അയാൾ തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, എന്നെ പുറകിൽ നിന്നാണ് ആരോ തള്ളിയത്, രാഹുൽ ഗാന്ധി എന്നെ മുന്നിൽ നിൽക്കുകയായിരുന്നു എന്നുള്ളത്. എന്നിട്ടും BJP-കാർ പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് എന്നുള്ളതാണ്. എല്ലാം രാഹുൽ ഗാന്ധിയുടെ മണ്ടയിൽ കൊണ്ടിടുകയാണല്ലോ. ഈ ICUവിൽ ബോധരഹിതനായി കിടന്ന മനുഷ്യൻ പൊടുന്നനെ ഞെട്ടി എണീക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നു, നരേന്ദ്രമോദിയുടെ കോൾ. അടുത്ത് നിന്ന് ആ വേറൊരു BJP MP ആ കോള് സ്പീക്കർ ഫോണിൽ ഇട്ടിട്ട് കൊടുക്കുകയാണ്. മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി. ICUവിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ നരേന്ദ്രമോദിയുടെ ഫോൺ സ്പീക്കർ ഫോണിലിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് ഈ രാജ്യം കേൾക്കുന്നതിന് വേണ്ടി. അതും പൊളിഞ്ഞ് പാളീസായി. सर ठीक है, अभी भी चक्कर से आ रहा है, घबराहट सी हो रही है। नहीं, पूरी केयर करना, जल्दी बिल्कुल मत करना और सारी ट्रीटमेंट लेना। ठीक है सर, ठीक है सर, ठीक है सर, ठीक प्रणाम सर। യഥാർത്ഥത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷം അംബേദ്കർക്ക് വേണ്ടി നടത്തിയ പോരാട്ടം, ആ പോരാട്ടം കണ്ട് സഹിക്കാതെയാണ് അനുരാഗ് താക്കൂറിൻ്റെയും ഈ പ്രതാപചന്ദ്ര സാരംഗിയുടെയും ഒക്കെ നേതൃത്വത്തിൽ BJP-കാർ വിരുദ്ധ സമരവുമായി രംഗത്തെത്തിയത്. അംബേദ്കറെ അപമാനിച്ചതിന് കോൺഗ്രസ് മാപ്പ് പറയണമെന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം. എന്തൊരു നാണം കെട്ട പരിപാടിയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകം മുഴുവൻ കേട്ടു അമിത്ഷാ അംബേദ്കറെ അപമാനിക്കുന്നത്. എന്നിട്ടും മാപ്പ് പറയേണ്ടത് അമിത്ഷായാണ് എന്നുള്ള ബോധം, സാമാന്യ ബോധം പോലും ഈ കൂട്ടർക്ക് ഇല്ലാതെ പോകുന്നു. അവരുടെ തലതൊട്ടപ്പനായതുകൊണ്ടും അവരുടെ ചാണകതന്ത്രജ്ഞനായതുകൊണ്ടും അമിത്ഷാ മാപ്പ് പറയണമെന്ന് അവർക്ക് പറയാനാകില്ല. പക്ഷെ മിണ്ടാതിരുന്നുകൂടെ? ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയെയാണ് അമിത്ഷാ അപമാനിച്ചത് എന്നുള്ള ബോധ്യം ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഉണ്ടാകണ്ടേ ഈ കിടന്ന് കോമാളിത്തരം കാണിക്കാൻ ഇറങ്ങുമ്പോൾ? പ്രതിപക്ഷം അത്രയേ ആവശ്യപ്പെട്ടുള്ളൂ. പ്രതിപക്ഷം അവിടെ പറഞ്ഞത് ചുരുങ്ങിയ പക്ഷം ആ മാപ്പ് പറച്ചിലെങ്കിലും ഉണ്ടാകണമെന്നുള്ളതാണ്. ഇനി നമ്മുടെ മുന്നിൽ മറ്റൊരു വീഡിയോയുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും നേതൃത്വത്തിൽ സമാധാനത്തോടെ അവിടെ മുദ്രാവാക്യം വിളിക്കുന്ന പ്രതിപക്ഷാംഗങ്ങൾ. അവർ ജയ് ഹിന്ദ് വിളിക്കുന്നു, മോദിയും സർക്കാരും മാപ്പ് പറയണം എന്ന് പറയുന്നു, അംബേദ്കറിന് ജയ് വിളിക്കുന്നു, ഞങ്ങളെല്ലാവരും അംബേദ്കറാണ് എന്ന് പ്ലക്കാർഡുകളും എന്തി സമരം ചെയ്യുന്ന അവിടേക്ക് BJP-യുടെ MP-മാർ ഇരച്ചു കയറുകയാണ്. 80 വയസ്സുള്ള മല്ലികാർജ്ജുന ഖാർഗെയെ, ദളിതനായ മല്ലികാർജ്ജുന ഖാർഗെയെ ആക്ഷേപിക്കുകയാണ്. അപ്പോൾ പിന്നെ തിരിച്ച് പ്രതികരണങ്ങൾ ഉണ്ടാകും. ഇതൊരുമാതിരി മറ്റേ കോളേജിലെ പരിപാടി പോലെയായിപ്പോയി. രാഹുൽ ഗാന്ധി വന്ന് പിടിച്ചു തള്ളി, ഉടനെ തന്നെ മണ്ട പൊളിഞ്ഞു. മണ്ട പൊളിഞ്ഞ ആളിൻ്റെ ഗുണഗണങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നാണം കെട്ട പരിപാടികൾ ആസൂത്രണം ചെയ്ത് അമിത്ഷായെ
രക്ഷിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് മോദിയും കൂട്ടുകാരും നടത്തിയ ആ ചീപ്പ് പരിപാടി ഈ രാജ്യമാകെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. ഇവർക്ക് എന്തിൻ്റെ കേട് എന്ന് പറഞ്ഞ്. ഭരണഘടനയെ അനുസരിക്കുന്നവരല്ല ഞങ്ങൾ എന്നുള്ള കാര്യം ഈ സംഘപരിവാറുകാർ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അവരത് മനുസ്മൃതിയാണ് ഞങ്ങളുടെ വേദവാക്യമെന്ന് പലകുറി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് ഈ ലോകത്തിന് മുഴുവൻ അറിയാം. ഇപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങളാണ് ഭരണഘടനയുടെ സംരക്ഷകർ എന്ന വ്യാജേനെ രംഗത്തിറങ്ങാൻ ശ്രമിക്കുന്ന ആളുകൾ. പക്ഷേ അറിയാതെ അവരിൽ നിന്ന് ആ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതാണ് അമിത്ഷായ്ക്ക് സംഭവിച്ചത്. അതങ്ങ് വന്നുപോയതാണ്. ബോധപൂർവം പറഞ്ഞതായിരിക്കില്ല, വന്നു പോകുന്നതാണ്. കാരണം ഉള്ളിൽ കിടക്കുന്നത് മുഴുവൻ അതാണല്ലോ. അപ്പോൾ അത്രമേൽ ജാഗ്രത കാട്ടിയില്ലെങ്കിൽ ഈ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇനി പുറത്തു വരും. അതാണ് സംഭവിച്ചത്. അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിപ്പോയ അമിത്ഷായെ രക്ഷിക്കാൻ ഇവർ നടത്തിയ ഈ പൊറാട്ട് നാടകം കൊണ്ട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനാണ് ഗുണമുണ്ടായത്. ഈ എം പിമാർക്ക് നേരാമണ്ണം അഭിനയിക്കാൻ പോലും അറിഞ്ഞുകൂടാ എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയെ പ്രതിക്കൂട്ടിൽ നിർത്തി എന്തോ ഇപ്പോൾ അങ്ങ് തൂക്കിക്കൊന്നുകളയുമെന്ന മട്ടിലാണ് സംഘപരിവാറുകാർ പ്രചരണം നടത്തുന്നത്. ഇനി രാഹുൽ ഗാന്ധി പ്രതികരിച്ചെങ്കിൽ തന്നെ അത് ആണത്വമാണ്. അങ്ങനെ വേണം ഒരു നേതാവ് ചെയ്യാൻ. പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷാംഗങ്ങളെ, പ്രത്യേകിച്ച് മല്ലികാർജ്ജുന ഖാർഗെയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ ആക്ഷേപിച്ചാൽ അതിനെതിരായി പ്രതിഷേധിക്കണം. ആ പ്രതിഷേധത്തിന് ഒരു 100 കൈയടി കൊടുക്കണം. Thank you.